ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അങ്ങനെ ഒരുപാട് നാളിന് ശേഷം ഞങ്ങൾ വീണ്ടും വ്ളോഗ് അല്ലെ കുക്കിംഗ് വ്ളോഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നോമ്പുതുറ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി. ഫസ്റ്റ് നോമ്പുതുറ വീഡിയോ ആണിത്. ഇത് ഫുൾ നോമ്പുതുറയാണെന്ന് ചോദിച്ചാ അല്ല. എന്നാലും ഞങ്ങളുടെ ഇന്നത്തെ ഏകദേശം ഒരു നോമ്പുതുറയുടെ എല്ലാ സാധനങ്ങളും. ഇന്ന് എത്രാമത്തെ നോമ്പ്? 25ാമത്തെ നോമ്പാണ്. നമ്മൾ 25ാമത്തെ നോമ്പിന്റെ വ്ളോഗാണ് ചെയ്യുന്നത്. ഇത്രയും ദിവസം നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരാളിന്ന് ഞങ്ങൾ രാവിലെ മദ്രസയെ കൊണ്ട് ഈ വർഷം കൊണ്ട് കയ്യാപ്പിനെ കൊണ്ട് മദ്രസയിൽ കൊണ്ട് രാവിലെ കൊണ്ട് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച കൊണ്ട് ചേർക്കാൻ ഞാൻ നിൽക്കാൻ കൂടെ പോയി. അന്നേരം അവിടെ അവസ്ഥ എല്ലാം മറ്റേ ഈ ക്ലാസ്സിന് എന്താ ഈ മതപര ക്ലാസ്സിൽ അതിന് പോയിരിക്കുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അപ്പോൾ അതേ സ്പീഡിൽ തിരിച്ചു വന്നു. പിന്നെ അന്ന് ഞായറാഴ്ച മാത്രമേ രാവിലെ, പിന്നെ 9 to 12:30 മണി വരെ സമയം പറഞ്ഞു. അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് കയ്യാപ്പീനെ കൊണ്ടാക്കാൻ നിൽക്കാക്കെ എന്തായാലും ലീവ് എടുത്ത് തരമില്ല. പിന്നെ ഞാൻ അവിടെ പോയിട്ട് രാവിലെ കൊണ്ട് നിൽക്കാൻ പറഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടെ പോകുന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടും പോയി അഡ്മിഷൻ എല്ലാം എടുത്ത്. അപ്പം പെരുന്നാളും കഴിഞ്ഞ് ഒരാഴ്ചയെല്ലാം കഴിയുമ്പോഴത്തേക്കും ക്ലാസ് തുടങ്ങുന്നുണ്ട്. ക്ലാസ് തുടങ്ങുന്നത് നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് കാണും. അപ്പൊ അതിനകത്ത് മെസ്സേജ് ഇടാന്നാ പറഞ്ഞ. അപ്പൊ മോൻ രാവിലെ, അച്ഛന് രാവിലെയാണ് മദ്രസ ഉള്ളത്. അപ്പൊ കയ്യാപ്പി ഇവിടെ ഞങ്ങൾ ആദ്യം ഇക്കയുടെ വീട്ടിൽ താമസ സമയത്ത് മോൻ രാവിലെ 1ാം ക്ലാസ് തൊട്ട് രാവിലെ ഇതായിരിക്കും. അപ്പൊ ഇവിടെ രാവിലെ ഇല്ലെന്ന് ക്ലാസ് 1ാം ക്ലാസ്സിലെ പിള്ളേർക്ക് വൈകിട്ടാകും. അപ്പൊ അച്ഛന് രാവിലെയും കയ്യാപ്പിക്ക് വൈകിട്ടുമായിരിക്കും. യെസ്. അപ്പൊ മദ്രസയിൽ ചേർന്നതിന്റെ ആണ് ഈ കാണുന്ന. മദ്രസയിൽ പോകാൻ നേരത്ത് തല ഷോളെല്ലാം ഇട്ടിട്ട് പോയി. അപ്പം പോയിട്ട് വന്നപ്പോ ഞങ്ങൾ അത് വ്ളോഗ് എടുക്കാൻ വേണ്ടി തല ഷോളെല്ലാം ഇട്ട് ഇതാക്കി വന്നപ്പോഴത്തേക്കും എനിക്കുണ്ട് കാണാൻ വയ്യ. സ്റ്റൂളിട്ട് നിൽക്കുന്ന സ്റ്റൂളെടുത്തിട്ട് എത്തി വലിഞ്ഞിട്ട് കാണാൻ വയ്യാഞ്ഞിട്ട് പിന്നെ അന്ന് വലിയ എപ്പോഴും വ്ളോഗ് എടുക്കാൻ നേരത്ത് സ്റ്റൂളിട്ട് നിൽക്കുക ചെയ്യുന്നത്. ഇപ്പൊ ശരിയായില്ലേ? പറ മദ്രസയിൽ പോയെന്ന് പറ. മദ്രസയിൽ പോയി ഇവിടുന്ന് കഴിഞ്ഞപ്പോ വീട്ടില് വെക്കേഷന് നിൽക്കതിന്റെ പൊന്നി കുരുത്ത ഒരു ലോഡ് കുരുത്തൊക്കെ 2 കയ്യില് 2 പേരുടെ കയ്യിലുണ്ട്. ഞാൻ അവിടെ പഠിച്ച സമയത്ത് മറ്റേ പെയിന്റിങ് ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ ഉപ്പയില് ഇക്കാക്ക ആദ്യം ഒരു ചില്ലുപ്പി പൊട്ടിച്ച്, പിന്നെ ഞാൻ പെറുക്കാടി ഇട്ട്, പിന്നെ ഇക്കാക്ക എന്റെ പൊട്ടിക്കാൻ പറഞ്ഞപ്പോ അത് പൊട്ടിയില്ല. കൊറേ നേരം ഞങ്ങൾ പൊട്ടിച്ച് നിന്നപ്പോഴാണ് ലാസ്റ്റ് പൊട്ടിയത്. അപ്പൊ ഇക്കാക്ക എന്റെ ഉള്ളോണ്ട് ചില്ല് 2 തുറക്കാൻ നോക്കിയപ്പോ കയ്യിലോട്ട് കുത്തി കയറിയത്. ഇത് അങ്ങനെ തന്നെ. ഇതിലും വലുതായിട്ടാണ് മുറിഞ്ഞിരിക്കുന്നത്. ഇത് ആ ഒരു മാസത്തിന് കയ്യാപ്പിടെ പല്ല് 2 എണ്ണ പുതിയ 2 തിരിച്ചു വരുന്നുള്ളു. വലിയ കോന്നപ്പല്ല വേദം. അത് വളഞ്ഞിട്ടായിരുന്നത് ആ പല്ല്. മണി 4 മണി ഏകദേശം. അപ്പിക്ക വരുന്ന സമയത്ത് നമുക്ക് ഫുഡ് ഉണ്ടാക്കി കഴിയണം. ഉണ്ടാക്കുന്നതിൽ കുഞ്ഞി പങ്കിക്കാതെ വീട്ടിലോട്ട് കൊണ്ട് കൊടുക്കണം. വലിയ ഗംഭീരമായിട്ടൊന്നുമില്ല, എന്നാലും ഏകദേശം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ജ്യൂസ് റോസ് മിൽക്ക് ഉണ്ടാക്കാം. റോസ് മിൽക്കിന്റെ ആളാ. ഇന്ന് റോസ് മിൽക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞ് ബഹളം വെച്ചോണ്ടിരിക്കുക. അപ്പം ഇന്ന് ചിലപ്പോ റോസ് മിൽക്ക്, അതല്ലെങ്കിൽ മിക്കവാറും നാരങ്ങാളുമായിരിക്കും. അങ്ങനെ നമുക്ക് കുക്കിംഗ് വീട്ടിട്ട് കിടക്കാം. ഇപ്പം കിടന്നാൽ മാത്രമേ ഞങ്ങൾ ഉണ്ടാക്കി വർത്താനം പറഞ്ഞ് വരുന്ന സമയത്ത് 6 മണിയായാലും തീരത്തുള്ളൂ. അപ്പൊ ഉണ്ടാക്കിയിട്ട് ഇടയ്ക്കാതെ വീട്ടിൽ കൊണ്ടുപോയി നോമ്പ് തുറക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ വിഭവങ്ങളിലോട്ട് കിടക്കാം. അങ്ങനെ നമുക്ക് ഫസ്റ്റ് നമുക്ക് ബിരിയാണിയുടെ സബോളയെല്ലാം നമുക്ക് പൊരിച്ച് മാറ്റിയേക്കാം. അതല്ലേ നമുക്ക് ഏറ്റവും പാടുള്ള പണി. അതൊക്കെ പൊരിച്ച് മാറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ള പണിക്ക് നമുക്ക് കയറാം. നൈസ ഉള്ളി സബോളയൊക്കെ അരിയാവുന്ന സമയത്ത് ഒരാൾ കയറിയിട്ടുണ്ട്. കതിചാടെ ഇരിക്കുന്ന അധികം മൂർച്ചില്ലാത്ത വിച്ചാത്തിയായിട്ടാ. ഇന്നെങ്ങാനും വല്ലതും കഴിയുക 2 പേരും കേട്ടോ. ഞങ്ങൾ പറഞ്ഞേ 3 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ എടുക്കാം. അപ്പൊ പയ്യെ സമാധാനത്തിലെല്ലാം സംസാരിച്ചെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ പയ്യെ നമുക്ക് സമാധാനത്തിൽ എപ്പോഴും നമുക്ക് മുറിഞ്ഞാ വയ്യ.
അങ്ങനെ അതിനൊക്കെ തന്നെ ഞങ്ങൾ വളർത്താൻ കൊണ്ട് ഇവിടെ ഞങ്ങൾക്കൊരു ചെറിയ പണിയുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഈ നമ്മുടെ പൈപ്പിൽ എന്തോ ബ്ലോക്കായിട്ട് വെള്ളം വരാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ അതിൻ്റെ പുറകിൽ പിന്നെ രാവിലെ കതിച്ചതിനെ കൊണ്ട് മദ്രസയിലാക്കുന്നു ആദ്യം ഇതും എല്ലാം കൂടെ ശരിക്കും ഞങ്ങൾ പെട്ടുപോയി. അതുകൊണ്ട് ഞങ്ങള് ഇവിടെ പവർ കട്ട് ഉണ്ടായിരുന്നു. രാവിലെ 9 മണിക്ക് പോയില്ല, പിന്നെ ഒരു 10-10:30 ആയിട്ട് പോയിട്ട് കുറേ ടൈം കഴിഞ്ഞിട്ടാണ് വന്ന. കരണ്ടിലാകെ പെട്ട് ശരിക്കും ഞങ്ങൾ പെട്ടതാണ് കൈബ്. അങ്ങനെ ഞങ്ങൾ കുറെ നാൾക്ക് ശേഷം ഞങ്ങളുടെ എയർ ഫ്രയർ വീണ്ടും എടുത്തിരിക്കുകയാണ്. ഇതിന് മുന്നത്തെ ഒരു എയർ ഫ്രയറിന്റെ വീഡിയോയിൽ ഞങ്ങൾ കുറെ നാൾക്ക് ശേഷമായിരുന്നു എടുത്തത്. അതേപോലെ തന്നെയാണ് ഇതും. ഒരുപാട് നാളായല്ലേ അന്ന് ആ സംഭവം ഉണ്ടാക്കിയിട്ട്. എന്തായിരുന്നു ഞാൻ ഓർക്കുന്നില്ല. അൽഫാമായിരുന്നോ? ഓക്കെ, ഞാൻ വീട്ടിലായിരുന്നു. അപ്പം നമ്മൾ ഇപ്പൊ ഫുൾ ചിക്കൻ ഡിഷ് എല്ലാം വരുന്നത് എയർ ഫ്രയറിലാണ് ഗൈസ്. ഓയിലില്ല, ഒന്നും ഭയങ്കര ഹെൽത്തി ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും എണ്ണ കുറച്ച് കുറഞ്ഞു കിട്ടും. മസാലയൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അനിയുടെ സ്പെഷ്യൽ മസാല എടുത്ത ചിക്കൻ ഉള്ളത്. ചിക്കൻ കറിക്ക് ചിക്കൻ പൊരിക്കാനൊക്കെ ഒരു സ്പെഷ്യൽ മസാല ഉണ്ട്. അത് തേച്ചിട്ട് ഇപ്പൊ ഒരു അരമണിക്കൂറായി ഫ്രിഡ്ജിൽ വെച്ചിട്ട്. നമ്മളിതൊരു 2-3 പ്രാവശ്യമായിട്ട് എന്തായാലും ചെയ്യേണ്ടി വരും. ഒറ്റ ട്രിപ്പിന് എന്തായാലും ഫ്രൈ ആയി കിട്ടൂല. ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി ചിലവരൊക്കെ ഇവിടെ ഞങ്ങളുടെ കൂടെ നിൽപ്പുണ്ടായിരുന്നു. സബോള മറ്റേ കുലുകുലാന്ന് അരിയേണ്ട പരം നല്ല വലിയ പീസായിട്ടുണ്ട്. ഇനി അപ്പൊ അതിനകത്തിട്ടോണ്ട് ഞാൻ പണിത് അത് ചെറുതായി കൊണ്ടിരിക്കും. ഞാൻ അവിടുത്തെ എയർ ഫ്രയറിൽ ചിക്കൻ വെച്ചിട്ട് നൈസ് സബോള അരിയുന്ന അനുസരിച്ച് എടുത്ത് പൊരിച്ചു മാറ്റാന്ന് വിചാരിച്ചു. ഇപ്പൊ ഒരു സൈഡിൽ ഞാൻ ഒരുക്കൊണ്ടിരിക്കും. ആ കയ്യാപ്പി ഇതാക്കി. അപ്പോൾ ഏകദേശം നമ്മുടെ നോമ്പൊക്കെ തീർന്നു. നമ്മള് കഴിഞ്ഞ വർഷം നമുക്ക് നോമ്പിന്റെ 1-2 ചെറിയ ഷോർട്സ് ഇട്ടല്ല വേർന്നില്ല. അപ്പൊ ഈ വർഷമെങ്കിലും നമ്മള് വലിയ വീഡിയോ നോമ്പിന്റെ ടൈമിലെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു അല്ലേ? ചെറിയ വീഡിയോസ് ഷോർട്സ് ഇട്ട അല്ലാതെ വലിയ ഇതല്ല. അപ്പൊ ഈ വർഷം എന്താ പക്ഷെ നാളെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അടുത്ത വർഷം നമുക്ക് നോമ്പിന് 30 ദിവസം വ്ളോഗ് ചെയ്യണം എന്നൊക്കെ ഞങ്ങള് വിചാരിച്ചിരുന്നതാ. പക്ഷെ ഒരു പരിധി കൂടുതൽ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. മെയിൻ കാര്യം കുറച്ച് നേരം നിന്നേപ്പത്തെ കാലുവേന എടുക്കാണ്. അന്നേരം ഞാൻ ഇറങ്ങും. പിന്നെ നെയ്സായിരിക്കും പാചകം നോക്കും. അതായത് അതും ഇതും കൂടെ എല്ലാം കൂടെ നടക്കത്തില്ല. ഭയങ്കര പാടായി. ആർക്കൊന്നും വയ്യാതെ പനി ഹോസ്പിറ്റൽ കേസ് അങ്ങനെ ഒരു മാസമേ അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിൽ പോയി. കാലിൽ സ്റ്റിച്ച് 1 മാസം കഴിഞ്ഞെങ്കിലും പക്ഷെ ആ സ്റ്റിച്ച് ഇട്ടത് അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന സ്റ്റിച്ച് പഴുത്ത് കഴിഞ്ഞ ദിവസം കൊണ്ട് ഞാൻ ഈ തിങ്കളാഴ്ച ഞാൻ നൈസാണ് പോയത്. കീറി സ്റ്റിച്ചെല്ലാം എടുത്തിട്ട് വന്നത് ഇന്നലെയാണ് കാലിന് ആ ഡ്രസ്സ് ചെയ്തൊക്കെ മാറ്റിയത്. അപ്പൊ പണിന്ന് പറഞ്ഞാൽ പുറകെ ഇങ്ങനെ പണിയും അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവോ. അതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ട് മുടങ്ങാൻ വീഡിയോ ഒക്കെ ഇടാന്ന് വെച്ചു. പക്ഷെ നടക്കുന്നില്ല. അപ്പോഴാണ് ഇത് വന്നത്. അപ്പോഴാണ് എന്റെ കാലിൽ ഇത് വന്നത്. അങ്ങനെ പണിയുടെ പുറത്ത് പോകുമ്പോ ഇങ്ങനെ നല്ല പണിയാണ് കിട്ടുന്നത്. നോമ്പിന്റെ വ്ളോഗ് എല്ലാം മിസ്സായി. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ജീവിതത്തിൽ ആദ്യമായിട്ട്. അതുപോലെ വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. അന്ന് അനി റെസ്റ്റിലായിരുന്നു ആ ടൈമില്. ഞാൻ ഇത് ചെയ്യുകയും ചെയ്യണം, അതിന്റെ ഇടക്ക് വീഡിയോ എടുക്കുന്ന ഒന്നും എന്നെ കൊണ്ട് പറ്റിയില്ല. ഇനി എന്താണെങ്കിലും അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഞങ്ങളുടെ വീഡിയോസ് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം. ആക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്തോ നമുക്ക് ഓരോ സാഹചര്യം നമുക്ക് വേറൊന്നും ഇല്ലാതെ കുഴപ്പമില്ല. ഈ അസുഖങ്ങൾ വന്ന് പിള്ളേർക്ക്
പരീക്ഷ, നോമ്പ് എല്ലാം കൂടെ വന്ന് ഞങ്ങൾ പെട്ടുപോയതാ. ഇതിൽ നമുക്ക് ഇത്രയും പ്രശ്നം വരത്തില്ലായിരുന്നു. ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ ഇത്രയും വീഡിയോസ് ഒരു മാസം ചെയ്യുന്ന ആദ്യമായിട്ടാ. ചിലപ്പോ ഒരു ദിവസം 2 ദിവസം അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ വന്നാലേ ഉണ്ടായിരുന്നു. പക്ഷെ ഇതും ഭയങ്കര ഒരു ഗ്യാപ്പായി പോയി. മതി പൊരിക്കാൻ അത്രയും മതി. മതിയെത്തും. അപ്പൊ ഏകദേശം നമുക്ക് പൊരിക്കാനുള്ള സവോള റെഡിയായി. നമുക്ക് പൊരിച്ച് മാറ്റിയിട്ട് ആ എണ്ണ നമുക്ക് ബാക്കി പണിയൊക്കെ ചെയ്യും. അങ്ങനെ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ട് ഉപ്പിടുമായിരുന്നു. ഞാനെല്ലാ ഒരു കുക്കിംഗ് വീഡിയോയിലും ഞങ്ങൾക്ക് ഡൗട്ടുകൾ വരാറുണ്ട്. ഉപ്പിടാറുണ്ട്. കാര്യം ഏതോ ഒരു ബിരിയാണി ഉണ്ടാക്കിയ ടൈമിൽ ഞങ്ങൾ സവോളൊക്കെ ഇട്ട് ഉപ്പ് ഭയങ്കര കൂടുതലായിരുന്നു. അതുകൊണ്ട് ഉപ്പിടാറുണ്ട്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ പൊരിഞ്ഞു വരുന്നതാണ് പറയാറ്. നോമ്പ് സമയത്ത് എല്ലാവരും വീട്ടില് ഓരോ കടികളും, സമൂസ, കട്ട്ലേറ്റ് അങ്ങനെയുള്ള ഓരോ കടികളും. പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെ ഇല്ല കേട്ടാ. പണ്ട് ഇല്ല, ഇപ്പൊ ഇല്ല. പിന്നെ കയ്യാപ്പി, അച്ചു പിന്നെ മല്ലിപ്പൂടാ നോമ്പ് തുറക്കുന്നത്. അവര് പറയുന്നില്ല, നമ്മളങ്ങനെ പൊതുവെ കടികൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഷേക്കും ജ്യൂസും ഒക്കെയാണ് പരീക്ഷ. അതെ അതെ, മിക്കവാറും എന്തെങ്കിലും ഉണ്ടാക്കി. ഇന്നലെ ഉണ്ടാക്കിയാൽ പഴം ഇത്തിരി കൂടിപ്പോയി. അതും ഇതേണൊക്കെ കറണ്ടില്ല. ഞങ്ങള് കറണ്ട് പറ്റിച്ച് വന്ന് 6 മണി 6:15 വെപ്രാളം മേടിച്ച് 5:30 ഞങ്ങൾ നെയ്സാ ഷാർജ അടിച്ചു വെച്ച് ഒരുമാതിരി വെള്ളം കണക്കായി. പിന്നെ കൊള്ളത്തില്ല. നമുക്കൊരു 6 മണിയാകുമ്പോഴത്തേക്ക് ഉണ്ടാക്കുന്നു. പക്ഷെ 6 പറഞ്ഞ 6:15 ഇനി കറണ്ട് പോകാതിരിക്കാൻ വേണ്ടി വെപ്രാളത്തിൽ വെച്ച് അടിച്ചത്. പിന്നെ കുഴപ്പമില്ല. പക്ഷെ ബാക്കി കുറച്ചുണ്ടായിരുന്നു. ഞങ്ങള് കപ്പിലാക്കി ഫ്രിഡ്ജ് വെച്ചിരുന്നു. പക്ഷെ ഇന്ന് ഞങ്ങൾ 4 പേരും കൂടി കഴിച്ച് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതും കൂടെ നോക്കില്ലേ, നാളെ തൊട്ട് നോമ്പ് പിടിക്കണം. നോമ്പ് പിടിക്കാൻ വെച്ചാൽ മരുന്നുണ്ട്. മരുന്ന് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ക്ഷീണമാവും. പിന്നെ നോമ്പ് പിടിക്കില്ല. ഞാൻ നീസായി നാളെ മുതൽ പിന്നെ നോമ്പ് പറഞ്ഞു. അപ്പൊ എല്ലാരും ഇനി കൂടിപ്പോയ ഒരു 3-4 ദിവസം കൂടെ കഷ്ടി. പെട്ടെന്ന് ഇപ്രാവശ്യം നോയമ്പ് ഇതിനൊക്കെ പോയത്. ഞാൻ കൂടിപ്പോ ഒരു 5-6 നോയമ്പ് പിടിച്ചുള്ളൂ. അതിനപ്പുറം ഒന്നും പിടിച്ചിട്ടില്ല. നൈസല്ല എന്നിട്ടല്ലോ വെച്ച് പിടിക്കാൻ പറ്റാത്ത ഒഴിച്ച് ബാക്കി എല്ലാ നോയമ്പും നൈസായിട്ട് പിടിച്ചു. ഇപ്പൊ നോയമ്പ് പെരുന്നാൾ തന്നായിരിക്കും ഞങ്ങള് ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ബീച്ചിൽ പോകുന്നത് അല്ലേ? എത്ര നാളെ ഞങ്ങള് ബീച്ചിൽ പോയിട്ട്. എല്ലാരും ചോദിക്കുന്നു ശരിയാ. ആ അടുപ്പിച്ച് പിള്ളേരുടെ വെക്കേഷൻ 10 ദിവസം, ഒരു ദിവസം മാത്രമേ ഉള്ളൂ പോലെ. ബാക്കി എല്ലാം December 31 നമ്മൾ ലാസ്റ്റ് ബീച്ചിൽ പോയത്. പിന്നെ ഇത് അത് കഴിഞ്ഞിട്ട് ഇത്രയും നാള് മനഃപൂർവ്വമല്ല, അത് കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റൽ കേസ് ഫുള്ള് വന്നത്. ഹോസ്പിറ്റലിൽ പോലെ പേപ്പർ റെഡിയാക്കൽ, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടലും. ജനുവരി തൊട്ട് ഞങ്ങൾ ESI ഹോസ്പിറ്റലിലായിരുന്നു. എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് എന്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് പിറ്റേ ആഴ്ച ഇക്കാതെ വാപ്പാന. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് നോയമ്പ് തുടങ്ങി. ഒരാഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞോണ്ടേ ആയിരുന്നു ഇതാക്കൽ. പിന്നെ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടൊരു വീഡിയോ കൂടെ ഇട്ടല്ലേ അന്നിട്ടായിരുന്നു. ഹോസ്പിറ്റൽ ചെക്കപ്പ്, 2ാമത്തെ ചെക്കപ്പിന് പോയ വീഡിയോ. പിന്നെ ഇന്നും വരും ഞാൻ തന്നെ കഴിഞ്ഞ ദിവസമാണ് ഡ്രസ് എടുക്കാൻ വേണ്ടി പോയപ്പോ പുറത്തോട്ട് പോകുന്നത്. ESI പോയിട്ട് 1-2 തവണ വന്നപ്പോഴാണ് ബീച്ച് റോഡ് വഴി വന്നത് അല്ലേ? കൊറേ നാളെ വെച്ചാല് ഇപ്പൊ അവിടെ നമ്മുടെ ഈ ആലപ്പുഴ ബീച്ചിലാ മറ്റേ ഈ ബൈപ്പാസ് പണിത മറ്റേ ആ ഇതെല്ലാം കൂടെ ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ വീണത്. അതുപോലെ ഞങ്ങള് കണ്ടിട്ടുണ്ട്. അവിടെ ബീച്ചിൽ ഞങ്ങൾ ഒരു പ്രാവശ്യം മറ്റേ അവിടെ ഈ കാറ്റാടി മരത്തിന്റെ ഒക്കെ അവിടെ പോയി ഞങ്ങള് അത് പണിയുന്നതിന് മുന്നേ പോയിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിള്ളേരോടുണ്ട്. ഇപ്പൊ അവിടെ ഭയങ്കര സെറ്റപ്പ് ഒക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പം അത് എന്റെ കാലിൽ സർജറി ഒരാഴ്ച കഴിഞ്ഞപ്പോ അവിടെ ഓപ്പൺ ആക്കി കൊടുത്തു. അപ്പൊ ഇക്കോ നമ്മൾ വെച്ചാല് മിസ്സായി. കാരണം വെച്ചാൽ ഒന്നും ചെയ്യാൻ നടക്കാൻ ഡോക്ടർ ഒന്ന് പറയിലാക്കി ചെയ്തിട്ടൊന്നും ഇല്ല. നമുക്ക് ഉടനെ അതിന്റെയൊക്കെ വീഡിയോ ഒക്കെ ഞങ്ങൾ പോകുന്നുണ്ട്. ഇപ്പം എന്തായാലും പിള്ളേർക്ക് വെക്കേഷൻ ഇപ്പൊ നോയമ്പായതുകൊണ്ട് പുറത്തോട്ട് എവിടെയും പോകാട്ടോ. ഇത്
ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം പിള്ളേരെയും കൊണ്ടൊക്കെ നമുക്ക് പുറത്തൊക്കെ പോകാൻ. അതെ, ഇവര് പാർക്കിൽ പോയിട്ട് നാളുകളായി. ഇടക്ക് വെച്ച് പോയത് വാപ്പി വന്നു നമ്മുടെ പള്ളിയിൽ നിന്ന്. ഇത് നോയമ്പ് കഴിഞ്ഞും കിട്ടും സൂചി വെച്ചിട്ട്. നമ്മളിവിടെ വേറെ സൂചി വെച്ച് കിട്ടും തെക്കും, എന്നാലും പള്ളിയിൽ നിന്ന് കിട്ടുന്നതിന് വേറെ ടേസ്റ്റ്. ഓരോ ദിവസം ചിലപ്പോൾ ഓരോ ടേസ്റ്റ് ആയിരിക്കും. ഒരു ദിവസമല്ലേ വ്യത്യാസമുണ്ട്. മറ്റേ ഒരു കപ്പലണ്ടിയൊക്കെ ഇട്ടിട്ട് വേറൊരു ടേസ്റ്റ് ആയിരുന്നു. അപ്പൊ ആ പള്ളിയിൽ നിന്ന് കിട്ടുന്ന സൂചി വെച്ച് ഞങ്ങൾ നോയമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കും. പിന്നെ ഇവിടെ ഉണ്ടാക്കുന്ന ഞങ്ങൾക്ക് പള്ളിയിലൊക്കെ പോകും. ഞങ്ങൾ ആ നോയമ്പ് തുറക്കുന്ന സമയത്ത് ഫുഡ് കഴിക്കുന്നുള്ളു. പിന്നെ രാത്രി വേറൊന്നുമില്ല. രാത്രി ഞങ്ങളില്ല. ഞാൻ എന്നിട്ട് പള്ളിയിൽ പോയിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കും. പിന്നെ ഫുഡ് ഒന്നുമില്ല. പിന്നെ ഇക്ക പോയിട്ട് വന്നിട്ട് സൂചി കാച്ചിവിടെ ഉണ്ടാക്കുന്ന കഴിച്ചാൽ കഴിച്ചു. ഇല്ലെങ്കിൽ അത്താഴത്തിന് എഴുന്നേക്കുമ്പോ ഇക്ക പറയും എനിക്ക് കുറച്ച് അത് മതി എന്നുള്ളത്. പിന്നെ അത്താഴത്തിനാണ് ചോറ് അങ്ങനെ എന്തെങ്കിലും കഴിക്കുന്നത്. ഒന്നെങ്കിൽ ചോറ്, അല്ലെങ്കിൽ പറഞ്ഞ പോലെ കറിയാച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും. കറികാച്ചി അങ്ങനെ ഉണ്ടാക്കിയൊക്കെ. ബിരിയാണി ഉണ്ടായതിന്റെ ബാക്കി ഉണ്ടാവും, അതായിരിക്കും രാവിലെ. ഒരു നൈസ് എല്ലാ ദിവസവും ഒരു ദിവസം ഞാൻ മറ്റേ ഒറ്റ ഫുഡ് ഉണ്ടാക്കിയായിരുന്നു. എന്താണ് എന്താ പേര് പറഞ്ഞു. അപ്പോൾ നമ്മുടെ പള്ളിയിൽ നിന്ന് സൂചി വെച്ച് കിട്ടി. നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ചിക്കൻ സക്സസ്. സെറ്റ്. ഹായ് ഹായ്. പിന്നെ സെക്കൻഡ് ട്രിപ്പ്. ഈ ടൈമില് നമ്മൾ നേരത്തെ സവോളയും കാഷ്നട്ടും കിസ്മിസും എല്ലാം നമ്മൾ പൊരിച്ച് മാറ്റിയായിരുന്നു. പക്ഷെ വീഡിയോ എടുത്തില്ല. ആ ടൈമിൽ അച്ചു പള്ളിയിൽ നിന്ന് വന്ന് സൂചി അച്ചു കാണിച്ചോണ്ട് അതിന്റെ പുറകെ പോയോണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ്. പറ, എന്താണ് എന്തോ പറയാൻ വന്നല്ലോ. എന്താ പറയാൻ വന്ന ഈ എയർ ഫ്രയർ അടിച്ച് എന്നിട്ട് കുറെ നേരമായി. ഞങ്ങള് അച്ചുവിനെ സാധനം അച്ചു പള്ളിയിൽ പോയിട്ട് പെട്ടെന്ന് വരുന്നേ. അച്ചുവിനെ കാണാതെ ആ ഇതിന്റെ ഇതില് അങ്ങനെ ഞങ്ങളെ വാപ്പിയായിട്ടാ പോകുന്നത്. പോയിട്ട് ഇപ്പോരിപ്പോരെന്നുള്ള നോക്കി ഇന്ന് എയർ ഫ്രയർ ഓഫ് ചെയ്തിട്ട് രണ്ടാമത് ഓണാക്കാൻ പറഞ്ഞു പോയി. അതങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ ഞങ്ങളുടെ വീടും എല്ലാം. എന്തെങ്കിലുമൊക്കെ ഞങ്ങളായിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടാകും. പ്രശ്നം കണ്ടോ? അപ്പൊ വീഡിയോ എടുക്കാൻ പോയതാണ്. മസാലൊക്കെ വെച്ച പാത്രത്തിന് പുക വരാൻ തുടങ്ങി. ഇനി ഒരു 4 കാലുമണിയുള്ള ബാക്കി എല്ലാം കഴിയും. ഓക്കെ, അപ്പം പാൻ ചൂടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ നമ്മുടെ സവോള പൊരിച്ചു വെച്ച എണ്ണ ഫുള്ള് വേണ്ട, ആവശ്യത്തിനുള്ള മാത്രം മതി. അത് നമുക്ക് ഇതിലോട്ട് മാറ്റാം. അത്ര മതിയാവും. ഇനി അടുത്തതായിട്ട് വേണ്ടത് പട്ട. സാധനം ഞങ്ങൾ പൂവെന്ന് പറയും. നിങ്ങൾ എന്താ പറയുന്നത് വെച്ചാല് വേറെ ഒന്നും വെച്ചില്ല. ഗ്രാമ്പൂ 2-3 ഗ്രാമ്പൂ. പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാതിരിക്കുമല്ലോ. ഈ ഒരു പാത്രത്തിൽ നമ്മുടെ മസാല ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിരുന്നത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത്ര മതി. ഏലക്ക നമ്മുടെ സ്വന്തം ഏലക്ക. സ്പൈസസ് ഒക്കെ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ചെയ്യണം. നമ്മൾ ആവശ്യത്തെക്കുള്ളിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് മാത്രം എടുക്കും. ഒരു തവണ ഞങ്ങള് ബിരിയാണി ഉണ്ടാക്കിയപ്പോ മസാല കൂടിപ്പോയി. അതിനെ പിന്നെ ഞങ്ങള് എല്ലാ ബിരിയാണിക്കും മസാല കുറച്ചാണ്. എല്ലാരും ചിക്കൻ ഉണ്ടാക്കും. ഇവിടെ ഇക്ക അങ്ങനെ മസാല കഴിക്കില്ല. അതിന് മതി മസാല. അതെ, നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എല്ലാം കുറേശ്ശെ മതി. അതും ഞാൻ ഒരുപാട് ചതച്ചവിടെ വെച്ചിട്ടുണ്ട്. 2 ബിരിയാണിക്കുള്ള എടുത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജ് വെച്ചിട്ട് അടുത്ത ദിവസം ഓരോ കറിക്ക് എടുത്ത് തീർക്കുന്നതാണ്. ഇഞ്ചി ഇട്ടു.
ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ചതച്ചത്. ഇന്ന് മസാല കൂടുതലാണോ എന്ന് സംശയം. ചിലപ്പോ അത് മസാല എനിക്ക് തോന്നുന്നില്ല കൂടുതലാണ്, പിന്നെ കുറവാണ്. നമുക്ക് കുറച്ച് സബോള പെട്ടെന്ന് പോകാനും പെട്ടെന്ന് വഴലാൻ വേണ്ടിയിട്ട് ഉപ്പ് നമുക്ക് കുറച്ച് നേരം അടച്ച് വെക്കാം. ഒരു ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സബോള തക്കാളി നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഇവിടുത്തെ പൈപ്പിൽ നിന്ന് വെള്ളം വരുന്നില്ല എന്നതുകൊണ്ട് ഞങ്ങള് രാവിലെ പൈപ്പ് ലൈനിൽ നിന്ന് ഒക്കെ എടുത്ത് വെച്ചിരിക്കുക. അതിൽ നിന്ന് വേണം കോരി എടുത്ത് വേണം ഇന്നത്തെ കാര്യങ്ങളെല്ലാം നടത്താൻ. ഇന്നൊരു പ്രത്യേകത കൂടെ ഉണ്ട്. നമ്മൾ ബിരിയാണി ആദ്യമായിട്ടാണ് റൈസ് ഈ ഒരു കലത്തില് വേവിക്കുന്നത്. സാധാരണ ഈ ഒരു സാധനത്തിന്റെ വലുതുണ്ട്, അതിലാണ് ഞങ്ങൾ റൈസ് വേവിക്കാറ്. പക്ഷെ തമ്മിടാൻ വേണ്ടിയിട്ട് അതിന് ചോറ് മാറ്റാനൊക്കെ അതെ, ഈ പ്രാവശ്യം കലത്തിലാണ് ഗൈസ്. ആവശ്യത്തിന് ഉള്ള വെള്ളം. നേരത്തെ അതേ പ്രോസസ്സ് തന്നെ ഇപ്പോഴും. ഓൾ സ്പൈസസ് എവിടെ അതൊന്നും കാണാൻ വേണ്ടി. സാധാരണ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നെയ്ച്ചോറ് പോലെ എണ്ണയിടാത്ത ആദ്യം ഇതിട്ട് പൊട്ടിച്ച് റൈസ് ഇട്ട് അങ്ങനെയാണ് വെക്കാറല്ലേ. നമ്മൾ മാക്സിമം എണ്ണ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നെയ്യൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് എല്ലാം കുറച്ച്. യെസ്. എടുക്കാം. ഇവിടെ ഒരു കുപ്പിയിൽ വാങ്ങിച്ചു വെച്ചിരിക്കുന്നോണ്ട് എല്ലാത്തിലും ഞങ്ങളിപ്പോ ഇടും. തീർക്കണ്ടേ. സവോള പകുതിയോളം വഴറ്റിട്ട് തക്കാളി ഇടാനുള്ള ടൈമായിട്ട് ഒരു 2.5 തക്കാളി നമുക്കിട്ട് അതിട്ടിട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് വെട്ടിത്തിളച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അരി, ഞങ്ങൾ ആദ്യമായിട്ടുള്ള പരീക്ഷണമാണ് ഇങ്ങനെ അരി കലത്തിൽ വേവിച്ചിട്ടിടുന്നത്. എന്താകും അറിയത്തില്ല. എന്നാലും ഇവിടെ രണ്ടുപേരതേ കളിയാണ്, ഓടിക്കളിക്കുന്നു. നേരത്തെ തട്ട വിട്ടിരുന്ന കുട്ടിയാണ് ഇതൊന്നും നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ? ഫുൾ റൈസ് ഇട്ടിട്ടുണ്ട്. ഇത് കറക്റ്റ് അളന്നാണ് വെള്ളം ഒഴിച്ച വെള്ളം. ഇത് വേവ് കൂടുതലുള്ള റൈസ് അല്ലേ? അറിയത്തില്ല. ഇത് നമ്മൾ മറ്റേ ജിയോമാർട്ടിൽ റൈസ്. ഓക്കെ, ജിയോമാർട്ട് ചതിക്കില്ല, നമുക്ക് നോക്കാം. ഇതപ്പം ഞങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മണി. ഞങ്ങൾ 5 മണി 1 മണിക്കൂറായി. അപ്പം സാധാരണ ഈ സമയത്ത് കുറെ ഐറ്റംസ് ഒക്കെ ഞങ്ങൾ സെറ്റ് ആക്കി വെക്കുന്നതായിരുന്നു. ബിരിയാണി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ജ്യൂസും ഷേക്കും ഒക്കെ ഒഴിവാക്കി. ഇന്ന് നാരങ്ങ വെള്ളം, വേറൊന്നുമില്ല. അപ്പൊ ഇതാണ് നമ്മുടെ പള്ളിയിൽ നിന്ന് കിട്ടുന്ന തുറക്കണ്ടിരിച്ച് സൂചി കഴിച്ച അഥവാ തരിക്കഞ്ഞി എന്നൊക്കെ പറയും. അതിപ്പോ അച്ചു ഇപ്പൊ പള്ളിയിൽ പോയിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞ വാപ്പിയിലായിട്ട് പോയിട്ട് വന്ന് മേടിച്ചോണ്ട് വന്നു. അപ്പൊ നമുക്കിത് ഫ്രൂട്ട്സ് തണ്ണിമത്തൻ, മഞ്ഞ കളറിലെ തണ്ണിമത്തൻ, ഞങ്ങൾ ഇത് മറ്റേ പാലൊക്കെ ഒഴിച്ച് എന്നിട്ട് വല്ല ആപ്പിളോ ഗ്രേപ്സ് ഒക്കെ ആയിരിക്കും ഫ്രൂട്ടായിട്ട് കഴിക്കാനുണ്ടാവുക. ഇന്നപ്പോൾ ബിരിയാണി ആയതുകൊണ്ട് റോസ് മിൽക്ക് അത് ശരിയാക്കില്ല. നമുക്ക് നാരങ്ങ വെള്ളം തന്നെ ദഹിക്കാൻ. റോസ് മിൽക്ക് അയ്യോ, ഇന്ന് ഞങ്ങൾ റേഷൻ കടയിൽ പോയി. സമരമാണെന്ന് അറിഞ്ഞത് ഞങ്ങൾക്ക് പറ്റി. ഞങ്ങൾ നാളെ മസാല ദോശ ഉണ്ടാക്കാന്ന് പറഞ്ഞോണ്ടിരുന്ന, പക്ഷെ ആ പണി പ്ലാനിങ് ചീറ്റി. അപ്പോൾ അപ്പം ഞങ്ങൾ നാളെ പരീക്ഷണം അരിപ്പൊടി വെച്ച് പാലപ്പം ഉണ്ടാക്കുന്നതായിരിക്കും നാളത്തെ സ്പെഷ്യൽ. ഇതപ്പം ഇനി നമ്മുടെ മഞ്ഞത്തണ്ണിമത്തൻ നമുക്ക് തിന്നാൻ വേണ്ടി മാത്രം മതി. അത് ഫുള്ളുണ്ടായിരുന്നതാണ്,
ഒരു സാധനം നമ്മുടെ ഇളയ പുത്രി വേണോന്ന് പറഞ്ഞിട്ട് അതിനകത്ത് നിന്ന് നൈസ പിന്നെ വാക്ക് കുറച്ച് മതി നമുക്ക് കഴിക്കാൻ വേണ്ടി മാത്രം. ഇന്നലെ പിന്നെ ഈ പൊരി സാധനം ഇന്നലേക്ക് മുട്ട ബജിയും കട്ട്ലേറ്റും പിന്നെന്താ കൊണ്ടുവന്ന സമൂസ ഇത് 3 സാധനം പോയി മേടിച്ചിട്ട് വരും. മുറിക്കട്ടെ മുറിച്ചിട്ട് തരും. എന്താ നമ്മുടെ റൈസെല്ലാം നല്ലപോലെ തെളിഞ്ഞളാന്ന് തിളച്ച് ഞാൻ ചില റീൽസിലൊക്കെ ഇങ്ങനെ വീഡിയോസിലൊക്കെ കണ്ടോണ്ട് ഇങ്ങനെ ബിരിയാണിയിൽ വെള്ളം ഒഴിച്ച് വേവിച്ചിട്ടാണ് ഈ അത് ഊറ്റിയെടുത്തിട്ട് വെക്കുന്നത്. അപ്പൊ ഞങ്ങൾ എപ്പോഴും സാധാരണ നെയ്ച്ചോറ് വെക്കുന്നതിന് പകരം പറ്റിച്ച് വെക്കണം. അപ്പൊ ഇന്ന് നമുക്ക് നോക്കാം. എല്ലാം ഏകദേശം ഒരാളെ പക്ഷെ എനിക്കൊന്ന് ഇത് നമ്മളിങ്ങനെ ഊറ്റി കളയുമ്പോഴത്തേക്ക് ഇത് അവന്റെ സ്റ്റാർച്ച് നല്ലപോലെ പോകുമെന്ന് തോന്നുന്നു. നമ്മൾ ഈ സാധാരണ കല്യാണ വീട്ടിലൊക്കെ ബിരിയാണിയൊക്കെ വെക്കുന്നത് പോലെ തന്നെ ആണെന്ന് തോന്നും. നോക്കാം. ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് റൈസ് നമുക്ക് ഇന്ന് പരീക്ഷണമായി പോയി. നല്ല വേവുള്ള റൈസാണ്. പിന്നെ പകുതി വേവായിരുന്നു, ഇനിയും കിടക്കുന്ന വേഗം. പക്ഷെ എനിക്ക് ഈ നീള കറി ഭയങ്കര ഇഷ്ടമാണ്. ബിരിയാണി കുഞ്ഞിനെക്കാട്ടിലും ഇഷ്ടം ഇത്. അങ്ങനെ നമ്മൾ പ്രതീക്ഷ നമുക്ക് പണിയൊന്നും പാളിയിട്ടില്ല. ചോറ് നല്ലപോലെ വെന്ത് ഊറ്റിയെടുക്കണം. അപ്പൊ നമുക്ക് ഊറ്റുന്ന സെക്ഷനിലോട്ട് പോകാം. ഇതുപോലത്തെ ഊറ്റുപാത്രത്തിലോട്ട് നമുക്ക് ഊറ്റിയിടാം. നമ്മുടെ നെക്സ്റ്റ് സെക്ഷൻ നീസയുടെ സെക്ഷൻ സൂചി കാച്ചി. ഇവിടെ സൂചി കാച്ചി പാലില്ലാത്തോട്ട് സേമിയയും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട്, പക്ഷെ അല്ലാതെ അല്ല സേമിയ റവയൊക്കെ ഇട്ടിട്ട്, പക്ഷെ അല്ലാതെ ഇങ്ങനെ നെയ്യിടാത്ത ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ട് എനിക്ക് അതാ ടേസ്റ്റ് കൂടുതൽ അതായിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ നെയ്യൊക്കെ കുറച്ച് ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഞങ്ങള് ആ മസാല ഇടാൻ വേണ്ടിട്ട് മല്ലിയിലെ പുതിന ഇടാൻ വേണ്ടിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരിക്കുകയാണ്. ടെക്നിക്ക് ഫ്രീസറിൽ അര വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ രാവിലെ മറ്റേ രസം ഉണ്ടാക്കുന്നത് അങ്ങനെ ചെയ്ത എനിക്കൊന്ന് കുറെ ഉച്ചക്ക് ഞാൻ എന്തോ എടുത്ത് വെച്ച ഇത്രയും നേരം വെച്ച് ഇരുന്നിങ്ങനെ അവിഞ്ഞിട്ട് മല്ലിയിലും പുതിനയുടെ സ്മെല്ലെല്ലാം മാറി. പുതിനയില ഇങ്ങനെ കറുത്തിരിക്കുന്നു. മല്ലിയില പിന്നെ കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെ വെള്ളം വിട്ട് ഫ്രഷ് ആയിട്ടുള്ള മേടിക്കാൻ വേണ്ടി സമയത്ത് നൈസാവും തട്ടിക്കൂട്ട് അല്ല സൂചി കാച്ചി, നമ്മൾ തട്ടിക്കൂട്ട് സൂചി കാച്ചി. പക്ഷെ ടേസ്റ്റ് ആട്ടോ. അത് റവയും പിന്നെ എന്താണ് സേമിയ ഏലക്കായിലായിട്ട് ഇതാക്കി. ലാസ്റ്റ് ഞങ്ങള് ഉള്ളി താളിച്ചെടുക്കും. അതോടുകൂടി ഞങ്ങളുടെ സൂചി കാച്ചി അവസാനിച്ചതാ. നമ്മുടെ ഫ്രഷ് മല്ലിയിലും പുതിയിലെങ്കിൽ അത് കഴുകുക, അരിയുക, ഇട്ടുക. ഇതുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇപ്പം ആ മസാലയൊക്കെ റെഡിയായി ചോറിട്ട് സെറ്റ് ആക്കിയാണ്. പക്ഷെ എന്ത് ചെയ്യണം, നമ്മൾ വിചാരിക്കുന്നൊന്നും ആവത്തില്ലല്ലോ. ഇരിക്കുകയാണല്ലോ എന്ന് വിചാരിച്ച് അവിടെ മാറ്റി വെച്ചതാ. പക്ഷെ സംഭവം കൊള്ളൂല്ലായിരുന്നു. എല്ലാം ഏകദേശം ആവുന്നതില്ല. ഇനി അവിടെ ഇരുന്ന് മല്ലിയില പുതിനയിലേക്ക് അരിയുന്നുണ്ട്. ആ ടൈമിൽ നേരത്തെ കയാപ്പി കണ്ടമുണ്ട് അരിഞ്ഞ് കുറച്ച് സവോള ഉണ്ട്, ബാക്കി അതിനെ കുറച്ച് അരിഞ്ഞ് വറുത്തെടുത്ത് അപ്പൊ അതെല്ലാം കൂടി അരിഞ്ഞ് നമുക്ക് ബിരിയാണിക്കുള്ള സാലഡ് ആക്കി എടുക്കാം. ആ ഫ്രഷ് മല്ലിയില കിട്ടിയപ്പോ തന്നെ അല്ലേ നല്ല മണവും. അതായത് നമുക്ക് കുറച്ച് പിന്നെ ഒരു അബദ്ധം കൂടെ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ തൈര് വാങ്ങിച്ചിട്ടില്ല. കുഴപ്പമില്ല, ഇത്തിരി പുളിയില്ലാന്ന് വെച്ചിട്ടൊന്നും പറ്റാൻ പോണില്ല. അങ്ങനെതാ നമുക്ക് മല്ലിയിലയിട്ട് നമുക്കിനി ആവശ്യത്തിന് മുളക് പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, ഞങ്ങൾ സ്വന്തമായിട്ട് പൊടിച്ചെടുത്ത ബിരിയാണി മസാല. പിന്നെ ഞങ്ങള് കഴിഞ്ഞ ദിവസം പച്ചക്കറി വാങ്ങാൻ പോയപ്പോ ആദ്യമായിട്ട് ഞങ്ങൾ ബിരിയാണി മസാല വാങ്ങിച്ചു. ബോയിലായിരിക്കും നമ്മുടെ സ്വന്തം ഈസ്റ്റേൺ.
കുറച്ച് വെറുത്ത സബോള. സാധാരണ ഞങ്ങൾ ഇവിടെ സബോള ഇടാൻ എപ്പോഴും മറന്നു. അല്ലേ? അതുകൊണ്ട് ഇതാണ് നേരത്തെ കുറെ നേരോട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, സബോള വറുത്തത്, സബോള വറുത്തത്, സബോള വറുത്തത്. അങ്ങനെ നമ്മുടെ പൊരിച്ചു വെച്ച ചിക്കൻ എല്ലാം കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കിടക്കൽ കർമ്മം മാത്രമാണ് ബാക്കിയുള്ളത്. അടുത്തോ അങ്ങനെ നമ്മുടെ എയർ ഫ്രയറിൽ പൊരിച്ച് കോരി വറുത്തെടുത്ത നമ്മുടെ സ്വന്തം ചിക്കൻ കുട്ടന്മാർ. ഒരു 3-4 കാലും കൂടി ഉണ്ട്. അതെ, അത് അതിൻ്റെ അകത്ത് തന്നെ വെച്ചിട്ടുണ്ട് ഭദ്രമായിട്ട്. നമ്മുടെ കാൽ അങ്ങനെ നമ്മുടെ മസാലസുകളെല്ലാം കൂടെ ചിക്കനുമായിട്ട് പേരുണ്ട് വാരി. ഓ, കാലിട്ട് കുത്തിച്ച് കൂടിപ്പോയി തോന്നുന്നു. നമുക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഞാൻ നേരത്തെ ഇത് ഞാൻ മാത്രം ചെയ്തോന്നുണ്ടോ, ഇത് മറ്റേ ചിക്കൻ പൊരിച്ച് അല്ല മറ്റേ മസാല ആക്കി വെച്ചാൽ അതിനകത്ത് കുറച്ച് വെള്ളം കൂടെ വെച്ചോണ്ട് ജാറില് ബാക്കി ഇത്തിരി പറ്റി പിടിച്ചിരിക്കുമല്ലോ, അത് വെള്ളം ഒഴിച്ച് കലക്കി എടുത്ത സാധനം നല്ല തിളപ്പിച്ചതിന് ശേഷം റൈസിന്റെ സെക്ഷനിലോട്ട് പോകും. വേണേ മറ്റേ ബിരിയാണി മസാല കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ഇപ്രാവശ്യം വാങ്ങിച്ച പച്ചമുളകിന് ഭയങ്കര എരിവ, ഒരെണ്ണം ഇട്ടാ മതി ആസകലം പുകയും. അതേപോലത്തെ പച്ചമുളകായിപ്പോയി, അതുകൊണ്ട് എവിടെയോ ഇത്തിരി എരിവ് കൂടുതലാണെന്ന് തോന്നുന്നു. ആദ്യം ചോറിടണോ അതോ മല്ലിയിലിടണോ പുതിനയിലിടണോ ഒരു ഡൗട്ട്. ആദ്യം നമുക്ക് കുറച്ച് മല്ലിയിലും പുതിനയിലിടാം. അതേപോലെ ചോറ് 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 ഇത് നൈസ ഇപ്പൊ എന്നോട് വന്ന് എന്നെ കണക്കെ 10 പ്രാവശ്യം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും നമ്മൾ മറ്റേ പോലെ പാടുണ്ട് എടുത്തിടാൻ. ഇതായിരിക്കും ഏറ്റവും സേഫ്. അതാകുമ്പോഴത്തേക്കും ഒരാളെ പിടിച്ചു കൊടുത്താൽ പകുതി പകുതി കിട്ടും, പകുതി കിട്ടും. ഇത്ര പകുതി 2 പ്രാവശ്യം കളിച്ചാൽ മതി. മതി മതി. നമുക്ക് പകുതി റൈസ് ഇടുക. നമ്മൾ അടുത്തോ മല്ലിയില പുതിനയില ഫുള്ളെടുത്ത ഫുള്ളെടുത്ത് ഇത് നമുക്ക് കുറച്ച് വെളിയിലോട്ടുണ്ടല്ലോ. നമ്മുടെ കളറിന് വേണ്ടി നമ്മുടെ മഞ്ഞ വെള്ളം നമ്മുടെ സ്വന്തം നെയ്യ്, നമ്മുടെ മിൽമഞ്ഞ കുറച്ച് കുറച്ച് കുറച്ചും കൂടെ. ലാസ്റ്റ് ബാക്കിയുള്ള ചോറ് നമുക്ക് മൊത്തത്തിൽ തട്ടാം. ഇതെത്തിത്തോ വശം വരുന്നില്ല, ഇപ്പുറത്തായിരുന്നു വശം. ബാക്കി തട്ടിക്കുടങ്ങിടാം. എനിക്ക് താഴെ മറ്റേ ഇത് വെക്കണ്ടായിരുന്നു, വെക്കണം. 10,000 പ്രാവശ്യം ഉണ്ടാക്കിയാലെല്ലാം മറന്നു പോകും. ബാക്കിയുള്ള മല്ലിയിലയും പുതിനയിലും എന്നെ മല്ലിയിലും പുതിനയിലും കുറച്ചൊക്കെ താഴത്ത് പോകുന്നുണ്ട്. സോറി, നെയ്സെടുത്ത മൊത്തം താഴത്തിട്ട് ഒരെണ്ണം പോലും മുകളിലോട്ട് പോകുന്നില്ല. അതിന് പ്രാവശ്യം മല്ലിയിലും പുതിനയിലും കൂടുതലാണോ തെറ്റാ. ലേസ് എടുത്ത മൊത്തം വെളിയിലോട്ടാവുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഫൈനൽ മൂടി കാണുന്നില്ല. നെയ്യ് ഒഴിച്ചാ? ഓക്കെ, നെയ്യ് ഒഴിച്ച് അതല്ല പൊക്കിക്കോ.
നമ്മുടെ ദോശക്കെല്ലാം അടി പിടിക്കാതിരിക്കാൻ വേണ്ടി ദോശക്ക് ഇത് വെച്ചു, നമ്മളിത് വെച്ചു. നമ്മുടെ എപ്പോഴത്തെയും പോലെ തന്നെ വെയിറ്റ് ഇതാക്കാൻ നമ്മുടെ ഇടികല്ല് ഇതെല്ലാം അതിന്റെ മൂടി കറക്റ്റ് വയ്ക്കാം. അത് വെച്ചു. പിന്നെ വേറെ സാധനങ്ങളുണ്ട്, കലത്തിൽ വെള്ളം പൊക്കി ആ കലത്തിൽ ഇന്ന് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് നമ്മൾ ചെറിയ കലം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാ. അത് വെച്ച് നമ്മുടെ ദമ്മ് റെഡി. അതെ, ഞങ്ങൾക്ക് മൈദപ്പൊടി വേണമെന്നൊന്നുമില്ല ദമ്മടി. അയ്യോ, ഈസ്റ്റേൺ ബിരിയാണി മസാല നമ്മൾ നെക്സ്റ്റ് ബിരിയാണി യൂസ് ചെയ്യുന്നത്. ഇല്ല, നമ്മൾ ജസ്റ്റ് അടച്ചതല്ലേ, പെട്ടെന്ന് തുറക്കാം. പുറത്ത് വിതറി കൊടുക്കുക. കുറച്ച് ഫ്ലേവർ. നമ്മുടെ മസാലനെക്കാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാകുമല്ലോ. അങ്ങനെ നമ്മൾ പിന്നെ ദമ്മാക്കി. അങ്ങനെ ഇന്നത്തെ വിഭവം ബിരിയാണി സെറ്റ്. ഒരു 10-15 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചൂടാക്കാം. അങ്ങനെ നമ്മുടെ തനീസ് അരിഞ്ഞു വെച്ചു, ബാക്കി ഞാനും എരിഞ്ഞു. നമ്മുടെ സാലഡ് റെഡി. ഇവിടെ ഞങ്ങൾ തക്കാളി, സവോള, പച്ചമുളകും ഉപ്പും ഇല്ല, ഇത്രയേ ഉള്ളൂ. പിന്നെ തൈര് ഉണ്ടെന്നുണ്ടെങ്കിൽ തൈര് വയ്ക്കും. തൈരില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തൈര് അങ്ങനെ ഫൈനൽ ഞങ്ങൾ നാരങ്ങ വെള്ളം നൈസ്. ആ സമയത്ത് പാത്രം കഴുകാൻ വേണ്ടി പോയി. ഇത്രയും നേരം അല്ലെന്നുണ്ടെങ്കിൽ ഇന്നും നാളെയായിട്ട് തീരത്തില്ല. അപ്പം നാരങ്ങ നമുക്ക് വേണ്ടി കസേഴ്സൊക്കെ വെള്ളത്തിലിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതും കൂടെ ഇട്ട് നാരങ്ങ വെള്ളം കൂടെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം എല്ലാ പണിയും അവസാനിച്ചിരിക്കുകയും പിന്നെ ബാങ്ക് വിളിക്കുക, നോയും പുറക്കുക, അത് മാത്രമേ. അങ്ങനെ എല്ലാം സെറ്റാക്കി. ഇനി ഒരു 10-15 മിനിറ്റ് കൂടെ ഉള്ളു നോമ്പ് തുറക്കാനായിട്ട്. 6:20 6:36 നമുക്ക് എല്ലാം ഇത്ര നേരം കണ്ടിന്യൂസ് അത്രച്ചാൽ 3 മണിക്ക് കയറി ഒരു 5 മണിയാകുമ്പോൾ തീർക്കണം ഉദ്ദേശിക്കുന്നത്. പക്ഷേ ചീറ്റി പോയി. 4 മണിയാകുമ്പോൾ കയറി 6 മണിയാകുമ്പോഴത്തേക്ക് തീർന്ന്. ബിരിയാണി മാത്രമല്ല, നാരങ്ങളും ഉണ്ടാക്കി, അമ്മ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ച്, സൂചി തച്ചി, പിന്നെ സാലഡ് ഉണ്ടാക്കി. അങ്ങനെ ഇന്ന് ബിരിയാണി ആയതുകൊണ്ട് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ കുറവാണ്. സാധാരണ അതൊക്കെ കൂടുതലായിരിക്കും. അങ്ങനെ എല്ലാം സെറ്റാക്കി. ഇതാണ് വ്ലോഗ് തുടങ്ങിയപ്പോ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന തട്ടപ്പെട്ട ഉച്ചി. അതെ, ഇപ്പൊ തട്ടപ്പൊന്നുമല്ലാതെ വേറെ 15 നോമ്പ് പിടിച്ച്. ഇന്നലെ 10 ആയിരുന്നു, ഇന്ന് 15. ഇന്നലെ 11, ഇന്ന് 15 ആയി. പിന്നെ ഇന്നലെ 10 ഇന്നലെ 10 ആയിരുന്നു. 15 നോയമ്പ്. മിക്ക ഓഫീസിൽ നിന്ന് വന്നത് നോമ്പ് തുറക്കുന്നു പള്ളിയിൽ പോകാനായിട്ട് ഒരുങ്ങി സെറ്റായിട്ട് ഇരിക്കുവാണ്. പക്ഷേ ഓഫീസിൽ എന്തോ വർക്കൊക്കെ ചെയ്തോണ്ടിരിക്കുക. പിന്നെ നമുക്ക് എത്ര നോമ്പ്? 25 നോമ്പ് കംപ്ലീറ്റ് ആയി. ഇനി വളരെ കുറച്ച് നോമ്പ് കൂടെ ഉള്ളു. ഞങ്ങള് ഇവർക്ക് രണ്ടിനും കുറച്ചും കൂടി പിടിച്ചു. അന്നേരം വയ്യാത്തോണ്ടിട്ടും പിന്നെ നൈസാണ് ഫുള്ള് ഓട്ടം. എല്ലാവരും നൈസ് നോമ്പ് കുറെ പിടിച്ചായിരുന്നു. ഞാൻ ഇടയ്ക്ക് ഒന്നിനോട്ടൊക്കെ നോമ്പ് പിടിച്ചു. എൻ്റെ മോളാണ് ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ചിരിക്കുന്നത്. പക്ഷെ നോമ്പ് പിടിച്ചു. നാളെ 30 കഴിയും. 10-15 കയറി പോയിക്കൊണ്ടിരിക്കും. ഭയങ്കര ടയർഡാണ്. എന്തായാലും ഓഫീസിൽ വന്നല്ലോ. ഓഫീസിൽ നിന്നാണ് ഇപ്പോൾ നല്ല വർക്കാണ്. മാർച്ച് കൂടെയാണ് നല്ല വർക്കാണ്. വെയിലത്തുള്ള ഓട്ടം ഇടയ്ക്ക് വന്നിട്ടില്ലേ ഫിനാൻഷ്യൽ ഇയറിൽ. അപ്പം അങ്ങനെയുള്ള ഓട്ടത്തിലാണ്. എന്തായാലും ഇവരെന്താ ഉണ്ടാക്കുന്ന അറിയത്തില്ല. ഞാൻ വന്നിട്ട് കിച്ചണിലോട്ടും കയറില്ല. സാധാരണ വരുന്നത് ഇന്ന് എന്താന്ന് പറഞ്ഞില്ല, വന്നില്ല. ഒടിഞ്ഞ വന്നത് ഭയങ്കര ഓഫീസിലെ തിരക്കായതുകൊണ്ട് അങ്ങോട്ട് വന്നിട്ടില്ല. എന്താന്ന് അറിയത്തില്ല. സാധാരണ ഓഫീസിനെ വിളിച്ച് ചോദിക്കുന്നു എന്താ കഴിക്കാൻ. അതേപോലെ തീർന്നു, ഇതൊന്നും കഴിയും. പിന്നെ ഇന്നലെ നമുക്ക് നല്ല ഫുൾ ടൈം ഉള്ള നൈറ്റൊക്കെ നമ്മുടെ വാട്ടർ കണക്ഷനൊക്കെ പഴയ വീടാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് പല വീഡിയോയിലും ബ്ലോക്ക് ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്ത ഡ്രൈനേജ് ബ്ലോക്ക് എന്നിട്ട് ക്ലിയർ അങ്ങനത്തെ സാധനം യൂസ് ചെയ്ത് ടാങ്കിനകത്തും കുറെ നമ്മള് ടാപ്പൊക്കെ കഴിഞ്ഞിട്ട് ക്ലീനർ. അപ്പൊ എനിക്ക് രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ഒരു പേടിന് പൈപ്പൊക്കെ അതിൽ വെച്ച് പോകാന്നിങ്ങനെ രാത്രികൾ എഴുന്നേറ്റ് അതെല്ലാം ക്ലീൻ ചെയ്ത് ഏകദേശം 2 മണി എടുക്കാറായി കിടന്നപ്പോഴത്തേക്കും. അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള ഉറക്കക്ഷീണങ്ങളിലായിട്ടിരിക്കുകയാണ്.
ഉറങ്ങിയില്ല, ഞാനൊന്നും കണ്ടില്ല. അസൻ പള്ളിയിൽ പോയിട്ടാണ് നോമ്പ് തുറക്കുന്നത്. അവനവന്റെ ഫ്രണ്ട്സിലായിട്ടാണ് പള്ളിയിൽ പോയിരിക്കുന്നത്. ഞാൻ നോമ്പ് തുറന്ന് തൊട്ട് പള്ളിയിൽ പോകും. അങ്ങനെ അതെ പള്ളിയിൽ പോയി അച്ചുവായിട്ട് വന്നു. അച്ചു അകത്തുണ്ട്. അതെ, പള്ളിയിൽ നിന്ന് നേർച്ചപ്പൊതി കിട്ടി. നമ്മള് ഇതായിരുന്നു ഞങ്ങൾ ഓയിൽ ഫ്രീ ചിക്കൻ ബിരിയാണി. ചിക്കൻ മൊത്തം സെറ്റ് അങ്ങനെ വിജയകരമായിട്ട് നമ്മുടെ ബിരിയാണി സക്സസ്. അങ്ങനെ നമുക്ക് എയർ ഫ്രൈയിലും ചിക്കൻ പൊരിച്ച് ബിരിയാണി വെക്കാൻ പറ്റും. നല്ല പഞ്ഞ വെച്ചാൽ ആ ചിക്കൻ നമ്മളൊരു 20 മിനിറ്റിലിട്ടാണ് ഉണ്ടാവും അതാക്കി നല്ല പഞ്ഞ് കണക്കിരിക്കുന്നത് നിൽക്കുക പറഞ്ഞത്. ശരി, എനിക്ക് കഴിച്ചതും കൂടെ അങ്ങനെ തന്നെ അതേ സെയിം ഫീലിംഗ് തന്നെ ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ട്രൈ ചെയ്ത് ചിക്കൻ പൊരിച്ച് നമ്മൾ ഒത്തിരി എണ്ണ വേസ്റ്റ് ആക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഇതൊക്കെ. അപ്പോൾ നമ്മൾ ആ ചിക്കൻ കുറച്ച് മറ്റേ ആ സബോളയൊക്കെ പൊരിച്ച് എണ്ണ വെച്ചിട്ട് നമുക്ക് ആ ചിക്കനൊക്കെ മസാലയൊക്കെ റെഡിയാക്കി വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഹെൽത്തിയായ ഫുഡ്, ഹെൽത്തിയായ ബിരിയാണി ഹെൽത്തിയാണോ ഇല്ലെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഓയിൽ ഫ്രീ ആയിട്ട് നമുക്ക് ബിരിയാണിയൊക്കെ സെറ്റാക്കാൻ പറ്റും. ചിക്കൻ ബിരിയാണി കഴിച്ചിട്ട് ഉമ്മാക്കും പാപ്പാക്കും ഫുഡ് കൊടുക്കാനായിട്ട് പോയി. ഞങ്ങൾ പണി ചെയ്ത് ക്ഷീണിച്ച് ഞങ്ങൾ അല്പം നേരം റെസ്റ്റ് എടുക്കാൻ പോവുകയാണ്. അപ്പൊ അടുത്ത വ്ലോഗ് വീണ്ടും വരാം ഗൈസ്. വരെ ടേക്ക് കെയർ. ബൈ.